എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വർക്ക് നോട്ട് കംപ്ലീറ്റഡ് ബൈ വൺ ഷുഡ് ബി ഗിവൺ ടു അനദർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോയുടെ ഒരു തുടർച്ച തന്നെയാണ്. നമ്മൾ തുടങ്ങി വെച്ച എന്ത് കാര്യവും സമയത്തിന് തീർക്കണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് തീർക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഒരു വർക്ക് നമ്മൾ തുടങ്ങി വെച്ചാൽ അത് നമ്മളാണെങ്കിലും നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ചതാണെങ്കിലും ഇടയ്ക്ക് വെച്ച് ആ ഒരു വ്യക്തി ചിലപ്പം പോയെന്ന് വരാം. ഇപ്പം പല സ്ഥാപനങ്ങളും ഫേസ് ചെയ്യുന്ന വലിയൊരു ബുദ്ധിമുട്ട് ഇതാണ്. ആളുകൾക്ക് മറ്റൊരു ജോലി നല്ലൊരു സ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞാൽ, നല്ലൊരു ശമ്പളത്തിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വിട്ടിട്ട് അടുത്ത ദിവസം മുതൽ അവർ ചിലപ്പം വരാതിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാനം ആരാണ് ഏറ്റെടുക്കുക? തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ ആദ്യമേ തന്നെ ചിന്തിച്ച് വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് ഒരു സ്ഥാപനത്തിൽ മാത്രമല്ല, ഒരു കുടുംബത്തിലും വേണമെങ്കിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു കുടുംബത്തിലെ എല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത്, ഞാനില്ല എന്നുണ്ടെങ്കിൽ കുടുംബം ഇല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അല്ലെങ്കിൽ നമ്മൾ ആ കുടുംബത്തെ, ആ ഒരു സ്ഥാപനത്തെ നമ്മൾ നല്ല രീതിയിൽ അതിനുവേണ്ടി ഭാവിയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നല്ലൊരു നേതാവ് എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും ഒരു സംരംഭത്തിലാണെങ്കിലും ഒരു സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു സിസ്റ്റം ഉണ്ടാകണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം ആളുകൾ വരാം, പോകാം, എന്തും സംഭവിക്കാം. ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ആൾ ചിലപ്പോൾ പെട്ടെന്ന് ആൾ ജോലിക്ക് വരാതിരിക്കാം നാളെ മുതൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തുടർന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ ആൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെക്കണം എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തികച്ചും പുതിയതായിട്ടുള്ള ഒരു വ്യക്തി ആ സ്ഥാപനത്തിൽ ജോലി ചെയ്താലും ഇത്രയും കാലമായിട്ട് അവിടെ ചെയ്ത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരല്പം ദിവസങ്ങൾ കൊണ്ട് പഠിച്ചെടുത്ത് അയാൾക്കും അതേ റോള് തന്നെ ഏറ്റെടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുടുംബത്തിലും ഇത് തന്നെയാണ്. ഒരു നാഥൻ ഉണ്ടെങ്കിൽ ആ നാഥൻ പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതായി കഴിഞ്ഞാൽ ആ കുടുംബം ഒരു കാരണവശാലും തകർന്നു പോകരുത്. അങ്ങനെ തകർന്നു പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ നാഥൻ ആ കുടുംബത്തിന് വേണ്ടി ആ ഒരു പ്ലാനിങ്, ഭാവിയിലേക്കുള്ള പ്ലാനിങ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ മനുഷ്യരാരും എക്കാലത്തേക്കും ജീവിക്കുന്നില്ല. അപ്പോൾ അവരുടെ ഒരു അഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു സംരംഭം മുന്നോട്ട് എങ്ങനെ പോകും എന്നതിനെക്കുറിച്ചും തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇനി നമ്മളൊരു ഒരാളെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിവുള്ള മറ്റൊരാളെ എത്രയും വേഗം കണ്ടെത്തി ആ ഒരു ജോലിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് സമയത്തിന് തീർക്കാനായിട്ട് പരമാവധി ശ്രമിക്കുകയും വേണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വ്യക്തികൾക്ക് അതീതമായിട്ട് ഒരു സിസ്റ്റം ഉണ്ടാകണം. അത് ചെറുതോ വലുതായിട്ടുള്ള ഏതൊരു കൂട്ടായ്മയിലും അത് തീർച്ചയായിട്ടും വേണം എന്ന് തന്നെയാണ് സത്യം. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ. നമ്മൾ വളർത്തി അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു സ്ഥാപനം ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ അഭാവത്തിൽ പോലും നല്ല രീതിയിൽ വളരട്ടെ എന്ന് ആശംസിക്കുന്നു.